Good morning to all. Today we discussed about the advantages and limitations of intelligent agent to buyers, and also we discussed about the ethical and legal consideration in business analytics. So first we move on the topic advantages of intelligent agents in business or buyers. That means നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് കൊമേഴ്സ് സൈറ്റ്സ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ബയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നമ്മൾ ഒരുപാട് ഫീൽഡ് ഓഫ് വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ബയേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിലേക്ക് വരുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഈസി ഷോപ്പിംഗ്. സോ ഈസി ഷോപ്പിംഗ് മീൻസ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്സ് ക്യാൻ ഡു ഷോപ്പിംഗ് ഫോർ ബയ്യർ, take down specifications and return with the recommendations of purchase which meet those specifications. സോ നമ്മൾ പറഞ്ഞു ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ബയേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഷോപ്പ് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കയറുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രാവശ്യം സെർച്ച് ചെയ്ത ഐറ്റംസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന് വരുന്ന ഐറ്റംസ് ആയിരിക്കും നമ്മൾക്ക് പോപ്പപ്സ് ആയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്, അല്ലേ? സോ അതാണ് പറയുന്നത്, കസ്റ്റമേഴ്സിന് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കാനായിട്ട് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റോർ ആൻഡ് ബ്രാൻഡ്സ്. ദാറ്റ് മീൻസ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ക്യാൻ ബി സെൻഡ് ബൈ ദ ബയേഴ്സ് ടു ഐഡൻറ്റിഫൈ ദ സ്റ്റോർ ബ്രാൻഡ് പ്രോഡക്റ്റ് ഓർ കാറ്റഗറി ഓർ സർവീസസ് ആൻഡ് ഡിസൈഡ് ദെയർ പ്രൈസസ്. സോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റോർ ആൻഡ് ബ്രാൻഡിൽ പറയുന്നത് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്സ് എന്തൊക്കെ സ്റ്റോറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള എന്തൊക്കെ ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണോ വി ക്യാൻ നീഡഡ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾക്ക് ആക്സസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് മേക്ക് കമ്പാരിസൺ. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, കമ്പാരിസൺ നടത്താനായിട്ട്, അതായത് ഈവൻ ബിഫോർ വിസിറ്റിംഗ് എ പെർട്ടിക്കുലർ സെല്ലർ സൈറ്റ്, അതായത് നമ്മൾക്ക് കമ്പാരിസൺ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സൈറ്റും വേറൊരു സൈറ്റും തമ്മിലുള്ള കമ്പാരിസൺ ഇത് പോസിബിളാണ്. നെക്സ്റ്റ് പറയുന്നതാണ് റെഡ്യൂസ് കോസ്റ്റ്. ദാറ്റ് മീൻസ് വെബ് ഷോപ്പിംഗ് മോർ ട്രാൻസ്പെറൻ്റ് ആണെന്ന് അറിയാലോ. സോ മോർ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കൊമേഴ്സ് കോസ്റ്റ് നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെല്ലർ. ദാറ്റ് മീൻസ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഈസ് ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സെല്ലർ. മീൻസ് എന്താ പറയുന്നത്, നമ്മുടെ ഒരു സെല്ലർ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ റോള് വഹിക്കുന്നുണ്ട്. കാരണം ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നമ്മൾക്ക് എന്ത് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റാണ് നീഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ആക്ട് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സെല്ലർ. നെക്സ്റ്റ് പറയുന്നതാണ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. ബിൽഡിംഗ് റിലേഷൻഷിപ്പിൽ പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഹെൽപ്പ് ടു ബിൽഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എവരി കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഇൻ്റലിജൻ്റ് ഏജൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ബിൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു ഷോപ്പിംഗ് ഈസി ആക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റോർസ് ആൻഡ് ബ്രാൻഡ്സ്, സ്റ്റോറും ബ്രാൻഡ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ മേക്ക് കമ്പാരിസൺ, നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവും. അതായത് ഒരു സൈറ്റും വേറൊരു വെബ്സൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ട് ആസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സെല്ലറിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തും എടുക്കുന്നുണ്ട്. സോ ദിസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്. സോ വി ക്യാൻ മൂവ് ഓൺ ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദറ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ്. നമുക്കറിയാം എന്തൊരു പോയിൻറ്റിനും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള രീതിയിൽ ലിമിറ്റേഷനും ഉണ്ടാവും. സോ
Next we discussed about the limitation. The first one is stealing the data and illegal access. That means നമ്മൾക്ക് അറിയാം നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെയാണ് നമ്മൾ ഒരു സൈറ്റിലായിക്കോട്ടെ എന്തിലാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ് സ്റ്റീൽ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ അധികാരമില്ലാണ്ട് നമ്മുടെ ഡാറ്റാസ് എടുക്കാനുള്ളൊരു ചോയ്സ് അവർക്ക് അവിടെ കിട്ടുകയാണ്. കാരണം നമ്മൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു റൈറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞത് സ്റ്റീലിംഗ് ഡാറ്റ ആൻഡ് ഇല്ലീഗൽ ആക്സസ്. ദാറ്റ് മീൻസ് നമുക്ക് ഇല്ലീഗലായിട്ട് നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ആക്സസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഫ്രീ യൂസ് ഓഫ് റിസോഴ്സസ്. So, agent always try to steal resources from the remote host. As long as fall in the line with the accepted protocol, it is an acceptable practice. However, the agent cover up the alternative process they may be used in supportable level of resources. The second one is free use of resources. That means artificial intelligence അല്ലെങ്കിൽ artificial agents റിസോഴ്സസ് ഫ്രീ ആയിട്ടായിരിക്കും ഓൾമോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഏജൻറ്റ് ഓൾവേസ് ട്രൈ ടു സ്റ്റീൽ റിസോഴ്സസ് ഫ്രം റിമോട്ട് ഹോസ്റ്റ്. അതായത് റിമോട്ട് ഹോസ്റ്റിൻ്റെ നിന്നായിരിക്കും എപ്പോഴും നമ്മുടെ ഏജൻറ്റ്സ് എപ്പോഴും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് സ്റ്റീൽ ചെയ്യുന്നത്. As long as this is with the accepted protocol, it is acceptable practices. However, if the agent cover up as a alternative process, they may use the insupportable level of resources. ഇതിൻ്റെ അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റിമോട്ട് ഹോസ്റ്റിൽ നിന്നായിരിക്കും എപ്പോഴും റിസോഴ്സസ് സ്റ്റീൽ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷനിൽ പറയുന്നത്, ഇതിൽ പറയുന്ന വേറൊരു പേജാണ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാംസൊക്കെ ഹാക്ക് ചെയ്യുന്നതിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്തും അത് തന്നെയാണ് പറയുന്നത്, അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ ഓർ ട്രോജൻ ഹോഴ്സ്. ഏജൻറ്റ് ക്യാൻ ബി masquerade and the executive programs that are eventually harmful to the remote host. Such Trojan horse has attacked to now be aired frequently on the internet. അതായത് നമ്മുടെ അനുവാദമില്ലാണ്ട് നമ്മുടെ ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പറയുന്നതാണ് ഡാറ്റ സ്ട്രിപ്പിംഗ് ഓർ ഓൾട്ടറേഷൻ. ഡാറ്റ സ്ട്രിപ്പിംഗ് ഓർ ഓൾട്ടറേഷനിൽ പറയുന്നത്, technically, it is possible to strip web agent on their data. This is most concern of the site that sent out the agent to remote host, but also it could potentially after other site. That means data stripping and alteration പറയുന്ന ഡാറ്റാസ് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്താനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് ആയിരിക്കില്ല, അതിൻ്റെ അകത്ത് ഓൾട്ടറേഷൻസോ കാര്യങ്ങളോ വരുത്താനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡെസിറ്റ്ഫുൾ ഏജൻറ്റ് ബിഹേവിയർ. ദാറ്റ് മീൻസ് ഏജൻറ്റ് ക്യാൻ മിസ്ലീഡ് അതർ ഏജൻറ്റ് ഓർ ഹോസ്റ്റ് about the intended and can be believe about transactions. സോ ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജൻറ്റ് അതർ ഏജൻസിനെ മിസ്ലീഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഹോസ്റ്റിനെ ഇൻറ്റൻഡഡ് ആൻഡ് ക്യാൻ ലൈ അബൌട്ട് ദ ട്രാൻസാക്ഷൻസ്. അതായത് ഒരാൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. So next one is ethical and legal consideration in business analytics. The business organization that make the use of data analytics must address the ethical use of data. അതായത് ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മുടെ ഡാറ്റ അനലിസ്റ്റിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മസ്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അവരുടെ എത്തിക്കൽ യൂസ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഡാറ്റാസ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ദാറ്റ് മീൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റാസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് മസ്റ്റ്ലി നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. There should be the common code of ethics and standards to be followed by analytic professionals similar to their industry. അതായത് ഓരോ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൽ അവർ ഫോളോ ചെയ്യുന്ന കോമൺ കോഡ്സ്
അതായത് എത്തിക്സ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, ഇത് എല്ലാം എന്താണ് പറയുന്നത്, ദർ ഷുഡ് ബി എ കോമൺ കോഡ് ഫോർ എത്തിക്സ്. നമ്മുടെ എത്തിക്സിൻ്റെയൊക്കെയുള്ള കോമൺ കോഡാണെന്നാണ് പറയുന്നത്. ടു ബി ഫോളോഡ് ബൈ ദ അനലിറ്റിക്സ്, അതായത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലുള്ള പേഴ്സൺസ് ഒരു എത്തിക്കൽ കോഡ്സും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫോർമുലേറ്റഡ് ഇൻ ദ അക്കോർഡൻസ് വിത്ത് ദ റെലവൻറ്റ് സൈബർ ആക്ട് ഓർ IT റെഗുലേഷൻ ഫോർ ദ കൺട്രി ആൻഡ് ദ വേൾഡ്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ റെലവൻറ്റ് സൈബർ ആക്ട് പ്രകാരമായിട്ടായിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ്സൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ വേൾഡിലേക്ക് ഈ കൺട്രിയിലേക്ക് IT എല്ലാം നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതും ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിസിലായിരിക്കും. ദർ ആർ എ ലോട്ട് ഓഫ് സച്ച് ethical and legal consideration need to be recognized in the connection with business analytics. അതായത് ഒരുപാട് എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ദ വേ ഓഫ് ബിസിനസ് അനലിറ്റിക്സിൻ്റെ ബേസിസിൽ നമ്മൾ ഒരുപാട് എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻസൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, സോ എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ് അനലൈറ്റിക്സിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് comply with the legal requirements. The company should be comply with the legal requirement in its use of analytics. അതായത് ഈച്ച് ആൻഡ് എവരി കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്താണ് അവരുടെ ലീഗൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് കമ്പൈൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് കൾച്ചർ ആൻഡ് സോഷ്യൽ നോംസ്. ദ കമ്പനി ഷുഡ് അസസ് ദ ബിയോണ്ട് ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് വെദർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ അനലിറ്റിക്സ് റിഫ്ലക്ട് ദ കൾച്ചർ ആൻഡ് സോഷ്യൽ നോംസ് എബവ് ദ അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു കമ്പനീസ് ആയിക്കോട്ടെ അവരുടെ ലീഗൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ പറയണം. ബിയോണ്ട് ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് വെദർ ഇറ്റ് ഈസ് യൂസ് ദ അനലറ്റിക്സ് റിഫ്ലക്ട് ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ്. അതായത് നമ്മുടെ ലീഗൽ റിക്വയർമെൻറ്റ്സ് കൂടാണ്ട് തന്നെ നമ്മൾ അത് എങ്ങനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതായത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസിൽ ഈ ആക്ടിവിറ്റീസ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദാറ്റ് മീൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ദ കമ്പനി ഷുഡ് അസസ് ദ ഇമ്പാക്ട് ഓഫ് ഇറ്റ്സ് യൂസ് ഓഫ് അനലിറ്റിക്സ് on the trust of the company held by the wider range of stakeholders. The relevant stakeholders can include consumers, other businesses, government and non-governmental policy makers. അതായത് ബിസിനസ് അനലിറ്റിക്സ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ഇമ്പാക്ട്സ്, അതായത് കമ്പനി ഷുഡ് അസസ് ദ ഇമ്പാക്ട് ദ യൂസ് ഓഫ് അനലിറ്റിക്സ്. അതായത് ഈ അനലിറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റെലവൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള കൺസ്യൂമേഴ്സ്, ബിസിനസ്, ഗവൺമെൻറ് ഇവർക്കുമുള്ള യൂസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റും എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് അക്കൗണ്ടബിലിറ്റി. എ കമ്പനി ഷുഡ് ക്യാൻ യൂസ് ദ അനലിറ്റിക്സ് വിത്ത് അക്കൗണ്ടബിലിറ്റി. അതായത് അനലിറ്റിക്സ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിലുമുള്ള യൂസസ് എന്താണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ അക്കൗണ്ടബിലിറ്റി ബിഗിൻസ് വിത്ത് ദ അക്നോളജ്മെൻറ്റ് ഓഫ് അനലിറ്റിക്സ് ക്യാൻ ദ നെഗറ്റീവ് ആസ് വെൽ ആസ് ദ ബെനിഫിഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഓരോ ഇൻഡിവിജ്വൽസിന് എന്തൊക്കെ ബെനിഫിഷ്യൽ ഇമ്പാക്റ്റാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ നെഗറ്റീവ്സ് എന്താണ് എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യണം. ആസ് എ ഇൻഡിവിജ്വൽ എന്നുള്ളൊരു കേസിൽ ഇത് രണ്ടും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ദ കമ്പനി ഷുഡ് ഇംപ്ലൈ ദ അപ്രോപ്രിയേറ്റ് സേഫ് ഗാർഡ് ടു പ്രൊട്ടക്ട് ദ സെക്യൂരിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ അനലിറ്റിക്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു സേഫ് ഗാർഡായിട്ടും കൂടി ആക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സേഫ് ഗാർഡും കൂടിയായിട്ട് അനലിസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഡ്യൂ കെയർ. A company should access whether it is use of analytical involved sensitive area, and if so the company it does not reasonable safeguard of proportionate to their risk. That means ഇതിൻ്റെ അകത്ത് സെൻസിറ്റീവ് ഏരിയാസിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതേപോലെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. Privacy does not mean the secrecy, as a private data might need to be audited based on the legal requirement, but the private data
obtained from the person with their consent should not be exposed for the use of other business or individual with any trace of their identity. കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് എന്ന് പറയുന്നത് എന്താണ്? സീക്രസി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ഡാറ്റ, അതായത് നമ്മൾ ഡാറ്റാസ് ലീഗൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് അത് മറ്റു പേഴ്സൺസിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് നമ്മളത് എക്സ്പോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയും ഇതിൻ്റെ അകത്ത് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So these are the points including the ethical and legal consideration in business analytics. So today's class we discussed about the advantages and limitations of artificial intelligence in buyers, artificial intelligence agent in buyers, and also we discussed the ethical and legal സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻറ്റ്സ് ഇൻ ബിസിനസ്. ഇതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട്, അല്ലെങ്കിൽ ബയേഴ്സ്, ഇതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 3rd ചാപ്റ്റർ അവസാനിക്കുകയാണ്. ബാക്കി അതായത് ന്യൂ ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.